ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് വെള്ളിയാഴ്ചയിലത്തെ വിശേഷമാണ് കേട്ടോ. ഇന്നും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ബ്ലഡ് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. ഉച്ച വരെ ശരിക്കും അതിന് വേണ്ടിയിട്ട് നീക്കി. അപ്പോൾ അങ്ങനെയുള്ള ദിവസം ശരിക്കും പറഞ്ഞാൽ ഒന്നും നടക്കില്ല, ഒരു കാര്യവും നടക്കില്ല കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ വഴിക്കാണ് സാധാരണ എണീറ്റ വഴിക്ക് പോകണം. അപ്പോൾ ഞാൻ എന്ത് കാണിച്ചു എന്ന് വെച്ചാൽ കുട്ടികളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആവാമെന്ന് വിചാരിച്ചു. കാരണം ആദ്യം തോമുനെ കൊണ്ടാക്കാൻ ഡോൺ പോവും, അത് കഴിഞ്ഞ് പാച്ചുവിനെ കൊണ്ടുപോകാൻ ഡാഡി പോവും. അപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ കാര്യങ്ങൾ കാരണം ഒരു തടസ്സം വരരുതെന്ന് വിചാരിച്ചിട്ട് ഞാനും ഡിംപിളും പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എല്ലാം കഴിഞ്ഞിട്ട് പതുക്കെ പോവാം, വെറും വയറ്റിൽ എടുക്കണം എന്നല്ലേ ഉള്ളൂ, ഒന്നും കഴിക്കാണ്ടിരുന്നാൽ മതിയില്ലേ എന്ന് വിചാരിച്ചിട്ട് ഒന്നും കഴിച്ചില്ല കേട്ടോ. അങ്ങനെ പാച്ചുവിനെയും കൊണ്ടുപോയി വന്നതിന് ശേഷമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ചു, അതായത് നമ്മളുടെ പാക്കിങ്ങും കാര്യങ്ങളും. അപ്പോൾ അതുപോലെ ഞാൻ പറയുകയാണ്, പോസ്റ്റ് ഓഫീസുകളിൽ ഇന്ന് കുറച്ച് ഇഷ്യൂസ്, എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് എല്ലായിടത്തും സാധനങ്ങൾ എത്തുന്നത്. പിന്നെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അതുകൊണ്ട് മുമ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഇന്ന് ഓർഡർ ചെയ്താൽ നമ്മൾ ഇന്ന് ഓർഡർ ചെയ്യില്ല, ഇന്ന് ഉച്ചയ്ക്ക് പോസ്റ്റ് ചെയ്താൽ പിറ്റേ ദിവസം കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദിവസം കൂടിയൊക്കെ ആക്കുന്നുണ്ടു. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും കിട്ടുന്നത് ഒരു ദിവസം 2 ദിവസമൊക്കെ ലേറ്റായിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളുടെ തെറ്റല്ല, ഓൾ ഇന്ത്യ പോസ്റ്റ് ഓഫീസുകൾക്ക് വന്നിട്ടുള്ള ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട്. എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനറിയില്ല. ഇപ്പോൾ പറഞ്ഞതിൽ തന്നെ എന്തെങ്കിലും തെറ്റുണ്ടോയെന്നും എനിക്കറിയില്ല കേട്ടോ. ഡാഡിയാണ് അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ പോണത്. ആൾ കൃത്യമായിട്ട് ഇവിടെ നിന്ന് എല്ലാതും കൊണ്ട് പലയിടത്തായിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം നമ്മളുടെ വശത്തുനിന്ന് എല്ലാതും ഓക്കെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ച് ഡിലേ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഞാൻ പാക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത്. കാരണം തിരിച്ച് വന്ന് കഴിയുമ്പോൾ ലേറ്റ് ആവും എന്നറിയാം, വന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ, അത് കഴിഞ്ഞ് വീണ്ടും 1.5 മണിക്കൂർ കഴിയുമ്പോൾ പോകണം. അപ്പോൾ അതുകൊണ്ട് ഈ പരിപാടികൾ അങ്ങോട്ട് കഴിച്ചപ്പോൾ ഈ സമയത്താണ് ഡാഡി പാച്ചുവിനെ കൊണ്ടാക്കാനായിട്ട് പോയത്. ഡോൺ അതിൻ്റെ തൊട്ട് മുമ്പും പോയി. അപ്പോൾ അങ്ങനെ ഈ 2 പരിപാടികൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എന്തിനെങ്കിലും കാര്യങ്ങൾക്ക് ഒരുങ്ങുക. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളുടെ കാര്യങ്ങൾ മുടങ്ങും. അപ്പോൾ രാവിലെ എണീറ്റ് ഡിവൈനായാലും ഡിമ്പിളിനായാലും അവരുടെ കുട്ടികളെ പറഞ്ഞയക്കേണ്ട ഒരു തിക്കും തിരക്കും ബഹളാവും. അപ്പോൾ എല്ലാം കഴിഞ്ഞ് സമാധാനത്തിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. പിന്നെ നമ്മൾ പോണത് തൊട്ടടുത്താണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ചുറ്റും കുറേ സ്ഥാപനങ്ങളുണ്ട്, ലാബുകൾ കുറേ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് നാളുകളായിട്ട് അന്നയിലേക്ക് തന്നെ പോവാറിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നും പോയത് അന്നയിലേക്കാണ്. അപ്പോൾ ഇത് നമ്മുടെ ബ്യൂട്ടി പാർലറിൻ്റെ തൊട്ടപ്പുറത്ത്. അപ്പോൾ അങ്ങനെ ഈ സാധനങ്ങൾ, അപ്പോൾ ഈ മറ്റേ ഓക്സിഡൈസ്ഡ് ഓർണമെൻറ്റ്സും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. കുട്ടികളുടെ സെക്ഷനിൽ കുറച്ചുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കുക. അതിന് വളരെ വില കുറവാണ് കേട്ടോ. സാധാരണ നമ്മളുടെ പ്ലേറ്റഡ് ഓർണമെൻറ്റ്സിനേക്കാളും, അല്ലെങ്കിൽ അതിൻ്റെ താഴെ വരുന്നതാണ് ഫാൻസി ഓർണമെൻറ്റ്സ്, അതിൻ്റെയും താഴെ വരുന്നതാണ് ഈ സംഭവം. വളരെ വില കുറവാണ് കേട്ടോ. ആർക്കെങ്കിലും ആവശ്യം കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര സംഭവമാണ്, പക്ഷേ വലിയ വിലയൊന്നും ഇല്ല കേട്ടോ അതിന്. അങ്ങനെ ഞങ്ങളിത് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇറങ്ങുമ്പോൾ ഇവിടെ ചാക്കോച്ചൻ യാത്ര പറയാൻ നിൽക്കുകയാണ്. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെവിടെ പോവുകയാലും അവനോട് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വരണമെന്ന് പറയുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ യാത്രയാക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മാത്രമല്ല, ഇവിടുന്ന് റോട്ടിലേക്ക് കടന്നാലും അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ടാറ്റ പറഞ്ഞാൽ അവന് ഒരു സന്തോഷമുള്ളൂ കേട്ടോ. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ കടക്കണ വരെ അവൻ അവിടെ നോക്കി നിൽക്കും, എന്നിട്ട് ടാറ്റ പറഞ്ഞാലാണ് അവന് സ്വസ്ഥതയുള്ളൂ. അതിപ്പോൾ ഡാഡി പോവായാലും ഡോൺ പോയാലും ആര് പോയാലും ഇവിടുന്ന് കടന്നാലും അവൻ പിന്നെ അകത്തേക്ക് കയറുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നടക്കാനുള്ള വഴിയുള്ളൂ. എന്നാലും പിന്നെ നമ്മൾ മഴയും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ പിന്നെ അങ്ങനെ അധികം നടക്കാറില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഡാഡിയാണ് കൊണ്ടുപോയത്. പിന്നെ ഡാഡിക്ക് വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാണ്ട് ടയർ കുറവാന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ അന്ന ലാബ് കേട്ടോ. അപ്പോൾ ശരിക്ക് എനിക്കൊക്കെ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് ഇവർ ഹോം സർവീസും ഉണ്ട്, അപ്പോൾ വീട്ടിലേക്ക് വരാറുണ്ട്. ഇന്നിപ്പോൾ എന്നെ സംബന്ധിച്ചോ ഡിമ്പിളിനെ സംബന്ധിച്ചോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ പാക്കേജുകളുണ്ട്. അപ്പോൾ ഡിവൈൻ 2 ദിവസം മുമ്പ് തൈറോയ്ഡ് ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിവൈൻ എന്നോട് പറഞ്ഞു, മമ്മി ഈ വുമൻസ് പാക്കേജ് ഉണ്ട്, അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ ഞാനിത് മെയിനായിട്ട് ഇങ്ങനെ കാണിക്കാൻ കാരണം, ഇപ്പം നമ്മളുടെ പരിസരത്ത് തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിത് ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ചാർട്ടുകളൊക്കെ നിങ്ങൾക്ക് കാണിക്കുന്നത്. അല്ലാണ്ട് ഞാൻ വീണ്ടും പറയണു, ഇതൊന്നും ഒരു എന്താ പറയുക കൊളാബോ അല്ലെങ്കിൽ പ്രൊമോഷനോ അങ്ങനെയൊന്നുമുള്ള സംഭവമല്ല. ഞാൻ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ കുഴപ്പമില്ല, നമ്മൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സംഭവം, അപ്പോൾ മറ്റുള്ളവർക്കും വേണമെങ്കിലാവാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ.
അങ്ങനെ ഞാനും അതെ ഡിംപിളും അതെ വുമൻസ് പാക്കേജാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലെല്ലാതും ഉണ്ട്. പക്ഷേ എന്തോ അവിടുത്തെ മറ്റേ എന്താ പറയുക ECGയുടെ മെഷീൻ എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് അത് അവിടെ വെച്ച് ബാക്കി എല്ലാ യൂറിനും ബ്ലഡും ബാക്കി പ്രഷർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തു. അങ്ങനെ പോന്നപ്പോൾ ഡാഡി വണ്ടിയുടെ കാര്യം ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളവിടെ പെട്രോൾ പമ്പിൽ തന്നെ ഒരു ഓട്ടോ, അപ്പോൾ ഡാഡി എയർ അടിക്കാൻ പോയതാണ്. അവിടെ തന്നെ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മോനോട് പറഞ്ഞപ്പോൾ ആ മോൻ ഞങ്ങളിവിടെ കൊണ്ടുവന്നാക്കി തന്നിട്ട് ഒരു കുഞ്ഞൊരു മോൻ. അപ്പോൾ അവനെ അവിടെ കൊണ്ടുവന്നാക്കിയപ്പോൾ അവനെ തിരിച്ച് അങ്ങോട്ട് തൊട്ടടുത്ത് തന്നെയാണ്, അങ്ങോട്ട് മടങ്ങി പോവുകയും ചെയ്യാമല്ലോ. അപ്പോൾ നോക്കിയപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും എന്താണിതെന്ന്. സിമൻറ്റും മണലും കൊണ്ടുവന്ന് ഇറക്കിയിട്ടുള്ളത്. നാളെ നമുക്ക് പണിയാണ് കുട്ടികളെ. അതായത് നമ്മുടെ പരിയപ്പുറത്ത് ബാക്കിൽ നമ്മൾ അന്നാൾ പൈപ്പിൻ്റെ സംഭവമായിട്ട് കംപ്ലീറ്റ് കുത്തിപ്പൊളിച്ച് ഇങ്ങനെ സിമൻറ്റ് ഇട്ടപ്പോൾ നമുക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അതായത് ഒന്ന് കംപ്ലീറ്റ് ഭംഗിയിൽ തേച്ചെടുക്കാനോ ഒന്നും പറ്റിയില്ല. അന്നത്തെ നിങ്ങൾ എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയാം, കണ്ടിട്ടുള്ളവർക്കറിയാം എങ്ങനെയായിരുന്നു നമ്മളുടെ പട്ടിക്കൂടും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ട് പണി ചെയ്ത് അങ്ങനെ നിർത്തിയതാണ്. അപ്പോൾ അതൊന്ന് ചാന്ത് വെക്കണം, കുറച്ച് ടൈൽസ് ഒട്ടിക്കണം, അങ്ങനെയുള്ള കുറച്ച് പണികളുണ്ട്. അപ്പോൾ ടൈൽസിനോട് ഒട്ടിക്കേണ്ടെന്നാണ് ഇപ്പോൾ വന്ന ആളും പറഞ്ഞത്. കാരണം ഗ്രിപ്പുള്ളതായാലും അത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചാന്ത് വെക്കാമെന്ന് പറഞ്ഞേക്കണം. അത് നോക്കിയിട്ട് ഏനം പോലെ ചെയ്യാമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഒറ്റയടിക്ക് വെള്ളം ഒഴുകി പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നാളെയാണ് അതിന് വേണ്ടിയിട്ടുള്ള നിശ്ചയിച്ചിട്ടുള്ളത് കേട്ടോ. ഇന്നലെ ആ ചേട്ടൻ വന്നിട്ട് ജോൺ ചേട്ടൻ വന്നിട്ട് ഒക്കെ നോക്കിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നാളെ ആൾ വരും. അപ്പോൾ ഇവിടെ ചാക്കോച്ചൻ്റെ പണിയുണ്ടോ. ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ ഇവൻ്റെ മെയിൻ പണി ഒളിച്ച് കളിക്കില്ല കണ്ടോ. അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഒളിച്ച് നിൽക്കും, ഞാനും ഒളിക്കണം. പിന്നെ അവൻ എണ്ണും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം ചാക്കോച്ചൻ്റെ മെയിൻ സംഭവം ഈ ഒളിച്ച് കണ്ട എണ്ണണമുണ്ടോ. 1 2 3 4 ഇങ്ങനെ എന്തൊക്കെയോ 1 2 3 4 വരെ പറയും. പിന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ട് 10 വരെ പറയും അവൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് ഓടി വന്ന് കാണല പണി. പിന്നെ ഞാൻ വേണം എണ്ണാനായിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മിണ്ടാണ്ടിരുന്നാലും സമ്മതിക്കും. പക്ഷേ ഞാൻ എണ്ണ മാത്രമല്ല, എൻ്റെ കയ്യിൽ ഫോണും വേണം, എന്നാലും മൂപ്പർക്ക് ഇഷ്ടമുള്ളൂ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വന്ന് ഊണ് ദോശയും സാമ്പാറും ചട്നിയായിരുന്നു. ഇന്നലത്തെ സാമ്പാറുണ്ടായിരുന്നു. പിന്നെ ചമ്മന്തി, തക്കാളി ചമ്മന്തിയും പൊടിച്ചു. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഇവിടെയായി ഒളിച്ച് കളി കേട്ടോ. ഞാൻ ഇരിക്കുന്നിടത്തുനിന്ന് പിന്നിൽ വന്നിട്ടായി ഒളിച്ച് കളി. അവൻ്റെ ഫുൾ ടൈം കളി ഒളിച്ച് കളിയാണ്. അങ്ങനെ അവിടെ നിന്ന് ഇനി 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ബാക്കി പരിപാടികളും കാര്യങ്ങളും, അതായത് ഉച്ചയ്ക്ക് പോസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ പാക്ക് ചെയ്തു. അപ്പോൾ ഡിവൈൻ്റെ ആ ഗ്യാപ്പിൽ ഡിവൈൻ്റെ പാക്കിങ് കഴിഞ്ഞു, ഡിംപിളുടെയും കഴിഞ്ഞു. പിന്നെ എൻ്റെത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെയും ഈ സമയം കൊണ്ട് കഴിഞ്ഞപ്പോൾ 24ൻ്റെ ആൻറ്റിക് ബാംഗിൾസാണ് ഇന്ന് അധിക ഭാഗം പോയിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടത് അതാണ്. അപ്പോൾ ഇതുണ്ട് നമ്മുടെ ചാക്കോച്ചനൊരു പുതിയ കണ്ടുപിടുത്തം പിടിച്ചതാണ്. നമ്മൾ പണ്ടൊക്കെ നമ്മുടെ ഈർക്കിളീമ മുച്ചിങ്ങ ഇട്ടിട്ട് മുച്ചിങ്ങ നിങ്ങളെങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. ചിലർ വെള്ളയ്ക്കാന്ന് പറയും. അതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് ശബ്ദം ഉണ്ടാക്കുമല്ലോ. ഇവനെങ്ങനെ കണ്ടു എന്ന് എനിക്കറിയില്ല. ഒരു സ്പൂൺ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കപ്പ് വെച്ചിട്ട് വെറുതെ ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുക. അപ്പോൾ ആദ്യം ശരിക്കും കാണിച്ചു കേട്ടോ. പിന്നെ ഇത് ഞാൻ പറഞ്ഞപ്പോൾ അവൻ കാണിച്ചപ്പോൾ അതങ്ങോട്ട് മുഴുവൻ ശരിയായില്ല. നേരത്തെ ഞങ്ങൾ ഈ ഒച്ച കേട്ടിട്ട് ഇത് എവിടെ നിന്ന് കിടികിടി ഒച്ച നോക്കിയപ്പോഴാണ് മൂപ്പര് സ്പൂണിൻ്റെ മുകളിൽ ഇങ്ങനെ കപ്പ് വെച്ചിട്ട്. അപ്പോഴേക്കും എന്താ കൊറിയർ വന്നു. ഞങ്ങൾക്ക് മെയിൻ ഞങ്ങളുടെ വില്ലൻ കൊറിയറുകാരാണ്. മറ്റേ കൊറിയർ വരിക എന്നുള്ളതാണ്. അതായത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പം വരും കൊറിയർ. അപ്പോൾ ഇന്ന് വന്നത് കൊതുക് തിരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ആമത്തിരി ആകുമ്പോൾ കുട്ടികൾക്ക് ശ്വസിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടാവില്ല വെച്ചിട്ട് ഇതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു തന്നെയാണ്. നല്ല മണമായിരുന്നു. ഇന്ന് ഞാനത് കത്തിച്ചു കേട്ടോ, ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നല്ല മണമായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ മഴയുടെ പേരിൽ കൊതുക് ഇല്ലാണ്ടാണോ ഇനി ഇത് കത്തിച്ചതിൻ്റെ പേരിൽ കൊതുക് ഇല്ലാണ്ടാണോ എന്ന് എനിക്കറിയില്ല. കൊതുകിനെ വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല ഇന്ന് കേട്ടോ. സാധാരണ നമ്മുടെ അകത്തല്ല കൊതുക് ഉണ്ടാവുക, ഒന്ന് പരിയപ്പുറത്ത്, അതായത് നമ്മുടെ അടുക്കളയുടെ ആ വശത്ത്, പിന്നെ അല്ലെങ്കിൽ ഫ്രണ്ടിൽ മുറ്റത്ത്, ഈ 2 വശത്താണ്. അകത്ത് വലിയ ശല്യമില്ല. അത് ഓൾ ഔട്ട് കത്തിക്കണ കാരണം ഓൺ വെച്ചേക്കണ കാരണമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഇറങ്ങുമ്പോഴാണ് കൊതുകിൻ്റെ ഭയങ്കര ശല്യം കേട്ടോ. അപ്പം മെയിനായിട്ട് ഞാൻ അതിനാണ് വാങ്ങിച്ചത്. അപ്പോൾ പുറത്തും വെക്കാൻ മുമ്പൊക്കെ ഞാൻ പട്ടി പ്രസവിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ പട്ടിക്കൂടിൻ്റെ ഉള്ളിൽ പോലും വെക്കാറുണ്ട്. കാരണം കുഞ്ഞു കുട്ടികളെ കൊതുക് കുത്തിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് ഡിവൈനിൽ നിന്ന് ടൊമാറ്റോ റൈസാണ് വെച്ചത് കേട്ടോ. ടൊമാറ്റോ റൈസും ബീഫ് റോസ്റ്റും പിന്നെ സാലഡുമാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ചാക്കോച്ചൻ
ആ സ്പൂണും വെച്ചിട്ടുള്ള കളിയാണ് കേട്ടോ. അവനെങ്ങനെയാ വെച്ചാൽ സ്പൂണ്, അരിപ്പ, പിന്നെ മറ്റേ കോരി, കിണ്ണം, ഇതൊക്കെയാണ് മൂപ്പരുടെ കളിക്കുന്ന സാധനങ്ങൾ. അതുപോലെ തന്നെ അവൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കാൻ ഇന്ന പാത്രം എന്നാണ് അവന്. നൂഡിൽസിന് ഒരു യെല്ലോ നൂഡിൽസിൻ്റെ ഇത്, ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിൽ അവൻ്റെ റെഡ് ബൗളുണ്ട്, വേറെ ആണെങ്കിൽ അങ്ങനെ ഓരോന്നിനും ഓരോ പാത്രങ്ങളാണ് കേട്ടോ. അപ്പം ഞങ്ങൾ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇറങ്ങി നമ്മുടെ അടുത്ത ഇതിന് വേണ്ടിയിട്ട് കേട്ടോ. 1.5 മണിക്കൂർ കഴിയുമ്പോൾ അറിയാമല്ലോ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് വീണ്ടും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും പോയി അവിടെ ചെന്ന് മറ്റേ ബ്ലഡും. അപ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വതവേ വെയിൻ കിട്ടാനായിട്ട് ഒരു ഇത്തിരി പാടാണ്. എന്നാലും പിന്നെ ഇപ്രാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയെന്ന് മാത്രം. അങ്ങനെ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതോട് കൂടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഡിവൈനും പറഞ്ഞു എന്തായാലും ഇറങ്ങിയതല്ലേ, എല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നല്ല മഴയാട്ടോ, അന്നേന്ന് ഇറങ്ങുമ്പോൾ നല്ല മഴയാണ്. അവിടുന്ന് ഞങ്ങൾ നേരെ വന്നത് കേരളയ്ക്കാണ്. അപ്പോൾ എൻ്റെ ഒരു മാസത്തെ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കും ഡാഡിക്ക് ഒരു മാസത്തേക്കുള്ള മെഡിസിൻ ഒന്നിച്ച് വാങ്ങിക്കുക ചെയ്യാം. അപ്പോൾ ഞാൻ അത് ഒരുമിച്ച് വാങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ കെയറിൽ വരുമ്പോൾ എപ്പോഴും ഇങ്ങനെ എടുക്കാറുണ്ട്. കാരണം ആർക്കാണ് ഒരു വീൽ ചെയർ വാങ്ങിക്കണം അല്ലെങ്കിൽ ഒരു വാക്കിംഗ് സ്റ്റിക്ക് വാങ്ങിക്കണം, എവിടെ നിന്നാണ് പണ്ടത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണാം. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ഇവിടെ വരുമ്പോൾ ഞാനിതിങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കെയർ എന്ന് പറയുമ്പോൾ പറവട്ടാനിയിലാണ്. പറവട്ടാനിക്ക് കാളത്തോടിനിടയിൽ ആ വഴിയിലാണ് കെയർ. ശരിക്കും പറഞ്ഞാൽ മെഡിക്കലിൻ്റെ സൂപ്പർ മാർക്കറ്റ് തന്നെ പറയാം. എല്ലാ തരം സാധനങ്ങളും ഇവിടെയുണ്ട്. ഇതും ഞാൻ പറയുന്നു ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, ഞാൻ സ്ഥിരം വരുന്ന ഒരു സ്ഥലം. അപ്പോൾ ഇത് ഫോക്സ് ടെയിലിൻ്റെ ബ്രാൻഡഡ് ഐറ്റം അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡിവൈൻ ഇതിൻ്റെ ആളാണ്. അപ്പോൾ ഇവിടെ കെയറിലുണ്ട്, മാമാ എർത്ത് ഉണ്ട്, ഫോക്സ് ടെയിലുണ്ട്, എല്ലാതും ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു എന്നുള്ളൂ. വന്ന നിലയ്ക്ക് ആരെങ്കിലും ആ ബ്രാൻഡ് യൂസ് ചെയ്യണവരുണ്ടെങ്കിൽ ഇത് ഇന്ന സ്ഥലത്തുണ്ട് എന്ന് ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കണം, അത്രയേ ഉള്ളൂ. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഫ്രൂട്ട്സ് കടയിലേക്ക് പോയിട്ട് നമ്മുടെ സ്ഥിരം പോകുന്ന കടയിൽ. അപ്പോൾ അവിടെ ചെന്ന് അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് മറ്റേ ജ്യൂസ്, അവിടെ കറണ്ട് പോയ സമയമായിരുന്നു. അപ്പോൾ മുന്തിരിയുടെ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രഷ് ജ്യൂസ് തന്നെയാണ് കേട്ടോ, നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്നത് കൊണ്ട് നമുക്കറിയാം. അപ്പോൾ അവിടെ എല്ലാതും പൾപ്പുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതുപോലെ മറ്റേ നമുക്ക് ആവശ്യമുള്ളത് ഞാൻ എപ്പോഴും പറയാറില്ല, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കട്ട് ചെയ്ത് ബോക്സിലാക്കി തരും. അപ്പോൾ ഇപ്രാവശ്യവും ഞാൻ 2 ബോക്സിൽ നമ്മുടെ പാഷൻ ഫ്രൂട്ടാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഡിമ്പിളിന് അതാണ് കൂടുതൽ ഇഷ്ടം, ജ്യൂസ് കുടിക്കാനായിട്ട് അത് ഭയങ്കര ഇഷ്ടമാണ്. അത് ആൻസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല കേട്ടോ, ആൻസിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അപ്പോൾ അത് അല്ലാണ്ട് ഡിമ്പിൾ അങ്ങനെ കാര്യമായിട്ട് ജ്യൂസും കാര്യങ്ങളൊന്നും കഴിക്കാറില്ല. അപ്പോൾ പിന്നെ അത് വാങ്ങിയപ്പോൾ ഡോണായാലും ഡിവൈനായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അത് വാങ്ങി. പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഇതിൽ പൈനാപ്പിൾ വാങ്ങി, നമ്മുടെ തൊട്ടാണ് ഷമാം വാങ്ങി, ആപ്പിളും വാങ്ങിച്ചു. ആപ്പിളല്ലല്ലോ വേറെ എന്തോ ആണ് വാങ്ങിച്ചത്, എൻ്റെ ഓർമ്മയിൽ കിട്ടണില്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളിത് പാച്ചുവിനെ കൊണ്ടുവരാനായിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ കറക്റ്റ് വിട്ട നേരം, സാധാരണ ഇത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഡാഡി വരാറ്. കാരണം ഈ തിരക്കുണ്ടാവാണ്ടിരിക്കാനായിട്ട്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളെ കൊണ്ടുവന്ന സമയമാകുമ്പോൾ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടറിയാം ഒക്കെ അപ്പാപ്പന്മാരാണ് വരിക കൊണ്ടുവരാനായിട്ട്. കാരണം എല്ലാവരും ജോലിക്കാരാകുമ്പോൾ വീട്ടിലുണ്ടാവുക അപ്പാപ്പൻ അല്ലെങ്കിൽ അമ്മാമ്മ, മിക്കവാറും അപ്പാപ്പന്മാരാണ് കേട്ടോ ഇവിടെ വരിക. അങ്ങനെ ഒരേ കുട്ടികളെ അപ്പാപ്പന്മാരെ അമ്മാമ്മമാരായിട്ട് ഇങ്ങനെ കൊണ്ടുപോയി തുടങ്ങി. അത് കഴിഞ്ഞ് നമ്മുടെ കെൻഡ്രിക് ഫ്രാൻസിസ് ആൻസൺ വന്നു. അപ്പോൾ കെൻഡ്രിക്കിൻ്റെ പാച്ചുവിൻ്റെ മിസ്സാണ്, അത് റീമോൾ മാമാണ് കേട്ടോ. നമ്മുടെ തോമു സ്ഥിരം പറഞ്ഞിരുന്ന റീമോൾ മാം, നമ്മുടെ ഋഷി ഡോക്ടറുടെ വൈഫ്. പല്ലെടുക്കാനൊക്കെ ഞാൻ പോയിരുന്നില്ലേ അത്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ പാച്ചു നോക്കുക, അത് എന്തപ്പോൾ ഇത് മണലൊക്കെ കെടുക്കണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറേ കാര്യമുണ്ട്, ഇതാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ അകത്ത് കയറി. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു മെഡിസിൻസൊക്കെ ഒന്ന് പൊട്ടിച്ചിടാം, കാരണം അത് കഴിഞ്ഞിട്ടാവും അടുത്ത പരിപാടി. എല്ലാത്തമ്മയും അതാത് എഴുതിയപ്പോൾ ന്യൂറോബിനും ലിവോജിൻ ഇതൊക്കെ എക്സ്ട്രാ ഞാൻ വാങ്ങിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് ഫോളി ഹെയർ എന്ന് പറഞ്ഞിട്ട് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മുടി കൊഴിച്ചിൽ വരുമ്പോൾ കുറേ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് ഫോളി ഹെയർ മാസത്തിൽ ഒരു 5 or 6 ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചാൽ മതി. പണ്ട് തൊട്ടേ ഡിമ്പിൾ കഴിക്കുന്ന ഒരു ടാബ്ലറ്റാണ്. അപ്പോൾ എനിക്കും ഡിമ്പിളിനും കൂടിയിട്ടാണ് വാങ്ങിച്ചത്. ഡിവൈൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച കഴിച്ചു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു 6-7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുക. പിന്നെ അടുത്ത മാസം അല്ലെങ്കിൽ 1.5 മാസമായിട്ടായാലും വിരോധമില്ല കേട്ടോ. അപ്പോൾ ഇത് വാങ്ങി. പിന്നെ ഞാൻ ലിവോജിൻ വാങ്ങി. പിന്നെ സാധാരണ നമ്മൾ കഴിക്കുന്ന അതായ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഗുളികകൾ വേറെയും വാങ്ങി, ഡാഡിക്കുള്ളതും വാങ്ങി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ഇന്ന് മാസത്തിലൊരു ദിവസം നമ്മുടെ കെയറിൽ നമ്മൾ കൊടുക്കൂട്ടോ. അത് തന്നെ ഡിമ്പിളിൻ്റെ ഡിമ്പിളിനും ഉണ്ടാവും, ഡിവൈനും ഉണ്ടാവും.
അപ്പോൾ പിന്നെ അവർക്ക് ഹോം ഡെലിവറി ഉണ്ട് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. കുട്ടികളുടെയൊക്കെ അധിക ഭാഗം വീട്ടിലേക്ക് വരികയും ചെയ്യും. ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയതിൻ്റെ പേരിൽ നമ്മളങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ അത് പൈനാപ്പിളും പേരയ്ക്കയും ഷമാമും ആയിരുന്നു കേട്ടോ. ഇത് പിന്നെ 2 ബോക്സിലായിട്ടാണ് വാങ്ങിയത്. അപ്പോൾ ഒരെണ്ണം ഫ്രീസറിൽ വെച്ച് ഒരെണ്ണം ഇപ്പുറത്തും വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസം ഇരിക്കും കേട്ടോ. ഒരു കേടുമില്ലാണ്ട് കുറേ ദിവസം ഇരിക്കും. ഇത് നല്ല ഫ്രഷ് പേരയ്ക്കായിരുന്നു കേട്ടോ. നല്ല പാകത്തിനുള്ള പരുവായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി അതും സെക്ഷനായിട്ടൊക്കെ തിരിച്ച് വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നത്. അപ്പോൾ പാച്ചുവിന് കൊടുത്തു നോക്കിയെങ്കിലും അവനൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വാട്ടർമെലൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മറ്റേ തണ്ണിമത്തങ്ങ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് തോമൂനും പാച്ചുവിനും ചാക്കോച്ചനും. പാച്ചുവും ചാക്കോച്ചനാണ് മെയിൻ അതിൻ്റെ ആൾക്കാർ കേട്ടോ. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവരുടെ ചോറും പാത്രവും കാര്യങ്ങളും പിന്നെ മറ്റേ ഇത് ഞാൻ പകർത്തി വെച്ചു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഡാഡി ഭക്ഷണം കഴിക്കാനായിട്ട് ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം എന്തോ യാത്ര കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു ഉറക്കം തോന്നും കേട്ടോ. അങ്ങനെ ഞാൻ പോയിട്ട് കുറച്ച് നേരം കിടന്നു. അപ്പോൾ ഡിംപിളാണിന്ന് കിച്ചൺ ഫുൾ ഒതുക്കിയത്. അപ്പോൾ ഡാഡിക്കും ഭക്ഷണം കൊടുത്തതിന് ശേഷം അപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മറ്റേ ഇതുള്ളപ്പോൾ ഒരേ ഗ്ലാസ് ഇത് കുടിക്കും, പിന്നെ എന്തെങ്കിലും. അപ്പോൾ എനിക്കിപ്പോൾ വയറിനെ സംബന്ധിച്ച് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെ ചെല്ലുന്നത് കൊണ്ടായിരിക്കാം. പിന്നെ അധിക ഭാഗം പച്ചക്കറികളും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു. എനിക്ക് ദൈവം സഹായിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്കൗണ്ട് സെയിലിട്ടിട്ടുള്ള മാലകളാണ്. നിങ്ങളിൽ തന്നെ കുറേ പേര് ഇത് ഭയങ്കര വിലയ്ക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഭയങ്കര വില എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിട്ടല്ല കേട്ടോ പറയണത്. പക്ഷേ അതിനേക്കാളൊക്കെ നല്ലോണം കുറവിലാണ്. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ പുതിയ സാധനങ്ങൾ വരുമ്പോൾ പഴയ സ്റ്റോക്ക് നമ്മൾ അവസാനിപ്പിക്കാതെ എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് ഫുൾ ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് തന്നെയാണ്. നിങ്ങൾ വില കുറവ് കാണുമ്പോൾ അയ്യോ ഇത് ഫാൻസി ആണോ എന്ന് വിചാരിക്കും. അല്ല, നമ്മുടെ പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിൽ പലരും തന്നെ ഇത് വേറെ ഒരു വിലയ്ക്ക് ഇതിനേക്കാൾ വലിയ വിലയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടാവും. സെയിം സാധനം തന്നെയാണ്, ഒരു ഇതുമില്ല. അപ്പോൾ നിങ്ങൾക്ക് അന്ന് അയ്യോ വില കൂടുതലാണ്, എനിക്ക് ഒരെണ്ണം വാങ്ങിക്കാൻ എൻ്റെ കയ്യിൽ കാശുള്ളൂ എന്ന് വിചാരിച്ചിരുന്നവർക്ക് വേണമെങ്കിൽ ഇപ്രാവശ്യം 2 3 ഒക്കെ വാങ്ങിക്കാം കേട്ടോ. അങ്ങനെയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ്, ഉറക്കം എന്ന് പറഞ്ഞാൽ ഒരു പൂച്ചുറക്കം അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് എണീറ്റ് ചായ വെച്ചു, സ്നാക്സ്. അപ്പോൾ ഡാഡി ഓൾറെഡി പോയി, വന്നിട്ട് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ മോമോസാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അത് ഫ്രൈ ചെയ്ത് അത് മാറ്റി വെച്ചു. കുട്ടികൾക്ക് ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ കുറച്ച് സോസേജ് പിള്ളേഴ്സിന് അതൊക്കെ കൂടെ വറുത്ത് ചായയൊക്കെ വെച്ച് നല്ല നല്ല മഴയാണല്ലോ. ആ മഴയത്ത് നല്ല ചൂടുള്ള സ്നാക്സും ചായയും കൂടി കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ കുട്ടികൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ മുറ്റത്തിറങ്ങി കളിക്കാനുള്ളൊരു അവസരം ഇപ്പം ഇല്ല. മഴയും ചളിയും, ഇനി പോരാത്തത് ആ മണലും സിമെൻറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി കുറച്ച് ദിവസം അവരെ പുറത്തേക്ക് ഇറക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴ്ത്ത് ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ കുറച്ച് നേരം ആ തിന്നും കൊണ്ട് അവിടെ ഇരുന്നോളും. പക്ഷേ കാര്യമൊന്നുമില്ല കേട്ടോ, നമ്മളത് വെറുതെ ആഗ്രഹിക്കണമെന്നുള്ളൂ. അങ്ങനെ 6 മണി ആയപ്പോഴേക്കും എൻ്റെ കിച്ചണിലത്തെ സ്നാക്സിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും ഇവിടെ തീറ്റ കഴിഞ്ഞിട്ട് കുറേ അവിടെ ഇട്ടോര് ഇവിടെ ഇട്ടോര് കുഷിയനിട്ട് കളിക്കണവരൊക്കെ ഉണ്ട്. അപ്പോഴേക്കും ഡാഡി വന്നു. ഡാഡി വന്നപ്പോൾ റിസൾട്ടും കൊണ്ടാണ് വന്നത്. ഡിംപിളിൻ്റെ അതെ എൻ്റെ. അപ്പോൾ ഡിംപിളിന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ പ്രഷർ ലോ ആണ്, ഭയങ്കര ലോ ആണ്. ഷുഗറും എന്താ പറയുക ലോ അല്ല എന്നാൽ കുഴപ്പമില്ല. എന്നെ സംബന്ധിച്ചും എനിക്ക് ഷുഗറൊക്കെ നോർമലാണ്, എല്ലാതും നോർമലാണ്. കൊളസ്ട്രോൾ മാത്രം ഒരു ചെറിയതായിട്ട് ഒന്ന് മുന്നിലേക്ക് നിൽക്കണം, അത്രയേ ഉള്ളൂ. അപ്പം ഞങ്ങൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ റിസൾട്ട് വാട്സപ്പ് വഴി ഡോക്ടർക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് അതിലെന്തെങ്കിലും മെഡിസിനിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഡോക്ടർ പറയുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു മെനക്കെട് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു സെയിം മെഡിസിൻ തന്നെയായിരിക്കും, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം കൊളസ്ട്രോൾ ആയാലും ഷുഗർ ആയാലും പ്രഷർ ആയാലും എല്ലാതും നോർമലാണ്. അപ്പോൾ ആ പാക്കേജിലെല്ലാം ഉണ്ട്. ഇനി ECG എടുക്കാനായിട്ട് ഞാൻ വേറെ ഒരു ദിവസം പോകണം. അപ്പോൾ പിള്ളേർസ് കിടന്ന് കളിക്കണതാണ് കേട്ടോ. അപ്പോൾ അവരെ എന്നോട് ഇക്കിളിയാക്കാൻ പറയാണ്. അപ്പോൾ അങ്ങനെ ഇക്കിളിയാക്കി കളിച്ച് കാര്യങ്ങളൊക്കെ മറ്റേ എന്താ പറയുക റിസൾട്ടും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഇനി അടുത്ത എൻ്റെ മക്കൾക്കുള്ള ഫുഡ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്തുട്ടണാവുമെന്ന്. ഇതിൽ ഇഡ്ഡലി ഉണ്ട്, പിന്നെ നമ്മുടെ ഉപ്പുമാവുണ്ട്, ചോറുണ്ട്, പിന്നെ കൊള്ളി വറുത്തതുണ്ട്, പിന്നെ എന്തുട്ടാണ് ബ്രെഡ് ഉണ്ട്. ഇതെല്ലാം കൂടി ഞാൻ മിക്സിയിലിട്ടൊന്ന് പൊടിക്കും. ചോറ് ഇടില്ല കേട്ടോ, ഉപ്പുമാവൊന്നും ഇടില്ല. ഈ ബ്രെഡും ഈ വറവ് സാധനങ്ങൾ, പിന്നെ കുട്ടികളുടെ ബിസ്ക്കറ്റ്. ഇതിലിപ്പോൾ ബിസ്ക്കറ്റ് ഇട്ടിട്ട് കാരണം ഇത് എരിവല്ലേ.
അങ്ങനെ അത് മുഴുവൻ മിക്സ് ചെയ്ത് ഇങ്ങനെയാണ്. നിങ്ങൾ എപ്പോഴും എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ആൻറ്റി ചോറ് കൊടുക്കണേ, ഇവർക്ക് ഫുഡ് കൊടുക്കണമെന്ന് പറയണേന്ന്. ഇത് ഇതുപോലെയാണ് കേട്ടോ. ഈ തിണ്ടുമ്മ ഇവർ കയറിയിരിക്കും. ഫസ്റ്റ് കിയ ഇരിക്കും, സെക്കൻഡ് ചിന്തു ഇരിക്കും, അവസാനമാണ് എൻ്റെ ചോട്ടു ഇരിക്കുക. അവനൊരു പാവാട്ടോ. അപ്പോൾ ദാ കിയയ്ക്ക് ചിന്തുവിന്, അതായത് രണ്ടാമത്തെ ആൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എത്ര കൊടുത്താലും മതിയാവില്ല. അവൾക്ക് ഭയങ്കര കൊതിയാണ്. അപ്പോൾ ഒന്നാമന് കൊടുക്കുമ്പോഴും മൂന്നാമന് കൊടുക്കുമ്പോഴും രണ്ടാമത് തിന്നു കഴിഞ്ഞിട്ട് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കല പണിയിട്ടോ. അങ്ങനെ അപ്പം നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെയാണ് ഞാൻ ഫുഡ് കൊടുക്കുക എന്നുള്ളത്. ഇത് ശരിക്കും ഒരു 6:30-7 മണിക്ക്, അതായത് നമ്മൾ സദ്യക്ക് വിളക്ക് വെക്കണതിൽ മുമ്പായിട്ടാണ് ഞാൻ അവർക്ക് ഫുഡ് കൊടുക്കുക. അപ്പോൾ ആദ്യം ഒരു 4-4:30 ആകുമ്പോൾ അവർക്ക് പാല് കൊടുക്കും. അത് കഴിഞ്ഞ് ഈ സമയത്ത് ഇങ്ങനെ ഫുഡ് കൊടുക്കും. പിന്നെ കിടക്കണ സമയത്ത് എപ്പോഴാണോ കിടക്കണത് അപ്പോഴാണ് അവർക്ക് ഇറച്ചി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഈർക്കിളി കാണാം എപ്പോഴും എല്ലാവരുടെയും കയ്യിൽ. ഇപ്പോൾ ഇവരുടെ പിള്ളേരുടെ ഇപ്പോൾ മെയിൻ പണി എന്താണെന്ന് വെച്ചാൽ ഡിംപിളുടെ വീഡിയോസ് ഇരുന്ന് കാണുക എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഇന്നലെ ഇന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. അതായത് പാച്ചുവിൻ്റെ കുഞ്ഞിലേ തൊട്ട് തോമുവിൻ്റെ കുഞ്ഞിലേ തൊട്ടുള്ള വീഡിയോസ് ഇങ്ങനെ ഇരുന്ന് കാണുക, അത് കണ്ടിട്ട് ഓരോന്ന് പറയുക. ഇതൊക്കെയാണ് ഇപ്പോൾ അവരുടെ മെയിൻ പണി കേട്ടോ. പിന്നെ മിണ്ടാണ്ട് അവിടെ ഇരിക്കുമല്ലോ, അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ കുറുമ്പ് എന്ന് പറഞ്ഞാൽ 3 ആളും കൂടി എന്താ ചെയ്യണേന്ന് പിടുത്തില്ല. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തോ അക്കിയുടെ കാര്യം പറഞ്ഞപ്പോൾ അക്കിക്ക് ഫോട്ടോ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് കാണിക്കണതാണ്. അപ്പോൾ എന്നോട് പറയും ഇടുക്ക് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് എന്നെക്കൊണ്ട് ഫോൺ എടുപ്പിക്കും. അത് കഴിഞ്ഞ് പേപ്പ അക്കി എന്ന് പറഞ്ഞിട്ട് നിന്ന് ചിരിക്കേണ്ട ഒരേ പോസ് കാണിച്ചിട്ട് നോക്കും എടുക്കണുണ്ടോയെന്ന്. എടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും വന്നിട്ട് പറയും എടുക്കുമെന്ന്. എന്നിട്ട് സെൻഡ് ചെയ്തിട്ട് അവർ കണ്ടിട്ടുള്ള ആ വോയിസ് റെക്കോർഡ് മറുപടി അയക്കും. അത് കേൾക്കുമ്പോഴാണ് അവന് ഭയങ്കര ഒരു സമാധാനം കിട്ടുക. അപ്പോൾ അവനും ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവരെ കണ്ടില്ലെങ്കിൽ ഇത് അക്കീനെ കാണിക്കാൻ വേണ്ടി, അക്കീനെയും പേപ്പനെയും കാണിക്കാൻ വേണ്ടി ചിരിക്കണതാട്ടോ ക്യാമറയിൽ നോക്കിയിട്ട്. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നാളെ കൊണ്ടുവന്നാക്കി തരാം കുറച്ച് നേരത്തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവനും അവിടെ പോയിട്ട് ഇടയ്ക്ക് പോകാണ്ടാകുമ്പോൾ ഭയങ്കര വിഷമാട്ടോ. അങ്ങനെ 3 പിള്ളേർസും കൂടിയിട്ട് അപ്പാപ്പനാണ് പിടിച്ചിരുത്തിയേക്കണത്. അപ്പോൾ ഡിവൈൻ പറഞ്ഞു ഞാൻ കിച്ചണിലേക്ക് പൊക്കോളാം, ഡിമ്പിൾ കുട്ടികളെ നോക്കിയാൽ മതി, അപ്പാപ്പനും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിലേക്ക് ഇങ്ങോട്ട് കടന്നിരുന്നു കേട്ടോ. ഡോൺ കുറച്ച് ലേറ്റായിട്ടൊന്ന് വന്നു, എന്നാലും 8:30. അപ്പോൾ ഡിവൈൻ്റെ വകയായിരുന്നു ചിക്കൻ കറി. അപ്പോൾ ദോശയും ചിക്കൻ കറി. അപ്പോൾ ഞാൻ പറയായിരുന്നു ഇത് എന്ത് കോമ്പിനേഷനാണെന്ന് ചോദിച്ചപ്പോൾ ഡിവൈൻ പറയായിരുന്നു കോട്ടയംകാരുടെ ഒരു കോമ്പിനേഷനാണ്, അത് നല്ല ടേസ്റ്റാണെന്ന്. അപ്പോൾ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. ദോശയും നല്ല നെയ് റോസ്റ്റ് ദോശയും അതിൽ ഈ ചിക്കൻ്റെ കറിയും. അപ്പോൾ ഈ നെക്ലസ്സുകൾ ഷോർട്ട് ചെയിനുകൾ കണ്ടമാനം പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറവിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ പുതിയത് വന്നിരിക്കുമ്പോൾ പഴയ സ്റ്റോക്കുകൾ കൊടുക്കണം. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു ഒക്കെ റീപ്ലേറ്റ് ചെയ്യുന്ന ഓർണമെൻറ്റ്സാണ്. അതുകൊണ്ട് നിങ്ങൾ വാങ്ങിയിട്ട് എന്താ പറയുക കളർ പോയാലും നമുക്ക് റീപ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ശരിക്കും റോ മെറ്റീരിയലിൻ്റെ വില ഇപ്പോൾ വരുന്നുള്ളൂ, പ്ലേറ്റിങ്ങിൻ്റെ കാശ് അതിലിട്ടിട്ടേ ഇല്ല. അത്രയും വില കുറവിലാണ് നമ്മളിപ്പോൾ കൊടുക്കണത്. അപ്പോൾ അങ്ങനെ പിന്നത്തെ ഇവരുടെ കളിയാണ് 1 2 3 പറഞ്ഞിട്ട് അവിടെ നിങ്ങളുടെ ഓടൽ. അതും പോൾസബാപ്പൻ്റെ അവിടെ നിന്ന് കിട്ടിയിട്ടില്ല, അക്കിയുടെ അവിടെ നിന്ന് കിട്ടിയിട്ടില്ലാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര എന്തെന്നാ പറയുക, ഇവിടെ ഞാൻ പറയാറില്ല 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ബഹളം. അപ്പോൾ അവൻ എന്നോട് പറയുക ഫോൺ എടുത്തിട്ട് എന്നെ എടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഈ കിടന്ന് ഓട്ടം കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ പറഞ്ഞ പോലെ കുറേ പേര് പറഞ്ഞു ആൻറ്റി അന്ന് ഫംഗ്ഷന് പോയപ്പോൾ നല്ല തടി വെച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇനി വല്ല നീരണാവുമെന്ന്. ഇന്ന് ശരിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കിട്ടിയപ്പോഴാണ് ഒരു സമാധാനം കിട്ടിയത്. നോക്കിയപ്പോൾ വെയിറ്റ് ഇത്തിരി കൂടിയിട്ടുണ്ട്, അതിൻ്റെയാണ്. അപ്പോൾ അത് സാരമില്ല, വെയിറ്റ് കൂടിയാലും കുഴപ്പമില്ല, അസുഖങ്ങളൊന്നും ഇല്ലാണ്ടിരുന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ ഇത് കണ്ടോ, ഇനി ഈ പോക്ക് കണ്ടില്ലേ, ഇനി എങ്ങനെയാണെന്ന് വെച്ചാൽ ഡാഡിയോട് ഇങ്ങനെ കാലകത്തി നിൽക്കാൻ പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പോവും, പാലത്തിൻ്റെ അടിയിൽ കൂടെ പോകണമെന്നുണ്ട്. ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ കളികൾ കേട്ടോ. നമ്മൾ പണ്ട് നാരങ്ങ പാലൊക്കെ കളിക്കുക, ഇവർ കളിക്കുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ ഓരോ ഭാഗം ക്ലിയറായി. ഇന്ന് നേരത്തോടെ പാക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പാക്ക് ചെയ്ത് കൊടുത്തെങ്കിലും എല്ലായിടത്തേക്കും അങ്ങോട്ട് പെട്ടെന്ന് വിടാൻ പറ്റില്ല. അപ്പോൾ അത്യാവശ്യക്കാരുടെ മാത്രം കൊറിയർ ചെയ്ത് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് ചെയ്ത് വിടണം. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ പെൻഡിങ്ങിൽ വെക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ ഇന്നൊന്നും ആയിട്ട് അധികം ബിസിനസ്സിന് വേണ്ടി ഇരുന്നിട്ടുമില്ല. കാരണം ഒരാൾക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം അത് അയക്കണം അല്ലെങ്കിൽ കിട്ടണം എന്നല്ലേ ആഗ്രഹം വരും. അപ്പോൾ അത് പറ്റാത്തതുകൊണ്ട് ഞാൻ ഒന്ന് ചാലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഡിവൈൻ്റെ മറ്റേ ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പോൾ ഡിവൈൻ ഇന്ന് ഓട്ടട തിന്നാനായിട്ടൊരു പൂതി. ഡിവൈൻ്റെ അവിടുത്തെ സ്ഥിരം എനിക്ക് തോന്നുന്നു മാവ് ഇങ്ങനെ ദോശ പോലെയാക്കിയിട്ട് കട്ടിയിൽ ഉണ്ടാക്കണതാണ് ഓട്ടട എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഡിവൈൻ അതുണ്ടാക്കി. ബാക്കി ചപ്പാത്തി ഞാൻ പറഞ്ഞു ചോറ് കുറച്ചുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ആ ചോറ് മതി എന്ന് പറഞ്ഞു. ആ ചോറും
ഇന്നലത്തെ മോരുകറി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മോരുകറിയും കൂടി കൂട്ടി പിന്നെ ചിക്കൻ്റെ ഒരു കഷ്ണം എടുത്ത് എൻ്റെ ചോറൂണും അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ദോശയും ചോറും ചപ്പാത്തിയും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് അവസാനിപ്പിച്ചു. കാരണം ഇനി ഒരു പാക്കറ്റ് ചപ്പാത്തിയും കൂടി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതും ബാക്കിയാവും. ഇനിയിപ്പോൾ നാളെ രാവിലേക്ക് അപ്പത്തിന് ഇട്ടേക്കണം. അപ്പോൾ പിന്നെ പൂരി ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ലെഫ്റ്റ് ഓവർ ഫുഡ് പറയില്ലേ നമ്മൾ, ഇടയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ ഇത് നോക്ക്, എന്നെക്കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും ഡിവൈനോടൊക്കെ പറയും, ഡാഡി എപ്പോഴും പറയുമായിരുന്നു ഡോൺ ഇവിടെ തോമുവിനെ പ്രസവിച്ചപ്പോൾ തോമുവിൻ്റെ കൈ പിടിച്ചിട്ട് വേണം ലൊക്കേഷനുകളിലേക്ക് പോകാമെന്ന്. അപ്പം ഞാൻ ഇപ്പോൾ ഡിവൈൻ പറയും, ഡാഡി തോമുവിനല്ലാതെ ഇവനെ കൊണ്ടുപോക്കോ, കാരണം പറയണ കാര്യങ്ങളൊക്കെ അപ്പം ചെയ്യും കേട്ടോ. ചിരിക്കാൻ പറഞ്ഞാൽ ചിരിക്കും, കരയാൻ പറഞ്ഞാൽ കരയും. ഭയങ്കര അഭിനയം, ഞങ്ങൾ പറയും ഭയങ്കര ഭാവാഭിനയമാണ് അവനെ എന്ന് പറയും. മൂന്നാളും മിടുക്കരാണ്. എന്നാൽ ഇവനാണ് കുറച്ചും കൂടി അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇന്ന് പൈനാപ്പിളാണ് എടുത്തത്. അപ്പോൾ എനിക്ക് ഈ പൈനാപ്പിളിനേക്കാൾ ഇഷ്ടം അതിൻ്റെ മൂക്ക്. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ മൂക്കൊക്കെ ചെത്തിയെടുത്ത് ഞാൻ അതാണ് അധികം കഴിച്ചത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അപ്പോഴാണ് ഇത് ഇവിടെ അടുത്തൊരുത്തൻ അമ്മയും മോനും കൂടിയുള്ള ഒളിച്ചുകളി. ഇവിടെ മെയിനായിട്ട് ഈ ഓടിക്കളി ഒളിച്ചുകളി എനിക്കാച്ചാൽ ഭയങ്കര പേടിയാണ്. വല്ല മുക്കിലും മൂലയിലും തല കൊണ്ട് കഴിഞ്ഞാൽ പേടിയാണ്. പക്ഷേ അവർക്ക് അതൊക്കെയാണ് പിന്നെ അവരുടെ പ്രായം അതല്ലേ, നമുക്കത് വഴക്ക് പറയാനും പറ്റില്ലല്ലോ. അങ്ങനെ കുളിക്കാനായിട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഇത് കുളി കഴിഞ്ഞ് വന്നു. അപ്പോൾ ആ കുളി കഴിഞ്ഞ് വരണതിൻ്റെ ആ ഗ്യാപ്പിലാണ് എനിക്ക് ബാക്കി രാത്രിയിലേക്ക് നാളേക്കുള്ള സംഭവങ്ങൾ ഞാനൊക്കെ എടുത്ത് വെച്ചത്. അപ്പോൾ ഇത് നമ്മളുടെ 10 പിടിയുടെ മാല, പേളിൻ്റെ മാല കേട്ടോ. അത് 8 പിടിയുടെ ഉണ്ട്, 10 പിടിയുടെ ഉണ്ട്. പക്ഷേ 10 പിടി ഇട്ടിട്ട് അതും ഒരു കോയിൻ, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനികളാണ് അധിക ഭാഗം ഈ പേൾ യൂസ് ചെയ്യുക. ഇപ്പം അങ്ങനെയൊന്നുമില്ല, എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പണ്ട് ക്രിസ്ത്യാനി അമ്മമാരെന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ പ്രായമുള്ള അമ്മമാർ, പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ മരിച്ചവർ ഒക്കെ ഈ പേളാണ് പണ്ടൊക്കെ ഇട്ട്, പണ്ടത്തെ കാര്യമാണ് കേട്ടോ പറയണത്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല, എല്ലാവരും പേളും കോറലും ജെയ്ഡും ഒക്കെ ഇടും. അപ്പോൾ അങ്ങനെ കുറച്ച് സെറ്റ് പാക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇത് 2x2 ഒക്കെ ഉണ്ട് കേട്ടോ സൈസ്. അത് മുമ്പ് ചോദിക്കുമ്പോൾ ഞാൻ ഇല്ലയെന്ന് പറയാറ്, പക്ഷേ ഇപ്പോൾ കുറച്ച് സൈസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഈ ഡിസൈൻ ഇഷ്ടമായിട്ട്, ഇത് നല്ല ഭംഗിയുള്ള നല്ല വളയാണ്. അതും ഈ മാലയും ഇത് കഴിഞ്ഞൊരു ലക്ഷ്മിയുടെ ഒരു വളയുണ്ട്. ഇതും ഒരു സെറ്റായിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടുകാരൻ്റെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അത് ആൻറ്റിക്കാണ്, പക്ഷേ ഈ മാല പ്ലേറ്റഡാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇത് ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഇപ്പം നമ്മളിങ്ങനെ വെച്ചിപ്പോൾ പണ്ടൊക്കെ നമ്മൾ കല്യാണങ്ങൾക്ക് സ്വർണം കൊടുക്കും അല്ലെങ്കിൽ കാശ് കൊടുക്കും. ഇപ്പം അതൊക്കെ ഭയങ്കര പോരായിയാണ്. കാശ് ഇപ്പോൾ വാങ്ങിക്കുന്നില്ല, ഗിഫ്റ്റ് വാങ്ങിക്കുന്നില്ല. സ്വർണം ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാതും തുടങ്ങിയില്ല. അപ്പോൾ നമ്മൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കണ്ടമാനം പേര് വാങ്ങിക്കുന്നത് 2 ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ കൊളീഗ്സ് ആണെങ്കിൽ അവർക്ക് യാത്ര അയക്കണോട് കൂടിയിട്ട് ഈ ഒരു പാക്ക് കൊടുക്കുക, അങ്ങനെയാണ്. അങ്ങനെ കണ്ടമാനം പേര് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഓർണമെൻറ്റ്സ് കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ബർത്ത്ഡേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു കല്യാണങ്ങൾക്കാണ് കൊണ്ടുപോകുന്നത്. കാരണം ഒരു സാരി എടുക്കണ കാശ്, ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ സാരി എന്താ പറയുക, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഗ്രേഡ് അനുസരിച്ച് കൊടുക്കുക. ഓർണമെൻറ്റ്സ് ആകുമ്പോൾ അങ്ങനെയല്ല, എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗിക്കാമല്ലോ. അങ്ങനെ അതൊക്കെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡിമ്പിളും മോനും കിടക്കാൻ പോയി, ഡാഡി പോയി, എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവർക്ക് ഫുഡൊക്കെ കൊടുത്ത്, ഫുഡെന്ന് പറഞ്ഞാൽ ഇറച്ചിട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഇനിയിപ്പോൾ നാളെ ഇങ്ങനെ ആവില്ല, ഇവിടെ കാണാം കേട്ടോ. മുമ്പ് അങ്ങനെയായിരുന്നു. പണ്ടത്തെ നമ്മുടെ വീഡിയോസ് നോക്കിയറിയാം, ഫുൾ എന്താ പറയുക ക്ലീനായിട്ട് കിടന്നിരുന്ന സ്ഥലമാണ്. ഇപ്പോഴും വൃത്തിക്ക് കുറവൊന്നുമില്ല, പക്ഷേ നമ്മൾ ഫിനിഷിങ് ഇല്ലാത്ത പോലെ സിമെൻ്റ് ഇട്ട് അവിടെ നിന്ന് ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ 3 തവണയാണ് ഇപ്പോൾ നമ്മളുടെ വീട് ചുറ്റും പണിതത്. അതായത് ഈ ഗ്യാപ്പുകൾ പണിതത് പട്ടിക്കൂടിൻ്റെ അവിടെ തൊട്ട്, ഈ ടാപ്പിൻ്റെ പ്രശ്നം, മതിലിൻ്റെ പ്രശ്നം, സോളാറിൻ്റെ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ദൈവം സഹായിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ചാന്ത് വെച്ച് നല്ല ഭംഗിയിൽ അവിടെ അങ്ങോട്ട് ആക്കാനാണ്. അവിടെയും കൂടി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവിടെ താഴത്ത് ഓടിപ്പോയി കളിക്കുക. ഇപ്പം ഞാൻ സമ്മതിക്കില്ല, കാരണം ഇടയിലൊക്കെ പാത്രങ്ങൾ ഓരോ കാര്യങ്ങൾ വെച്ചിട്ടുള്ള കാരണം എന്തെങ്കിലും ഒന്ന് അരിച്ചിരുന്നാലോ ഒന്ന് മേടിച്ചിട്ട് ഞാൻ കുട്ടികളെ മുറ്റത്തേക്ക് വിടാറില്ല. അപ്പോൾ അങ്ങനെ ആ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നാളെ ഞാൻ പറഞ്ഞില്ലേ, നാളെ രാവിലെ 8 മണിക്ക് പണിക്കാർ വരും. അത് കഴിഞ്ഞാൽ നല്ല തിരക്കാവും. തിരക്കെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അകത്ത് കൂടെ പ്രവേശനം വേണ്ട, അകത്ത് കൂടെ വരുമ്പോഴാണ് ചളിയും മഴയായതുകൊണ്ടേ ചവിട്ടി വന്നു കഴിഞ്ഞാൽ പണിയാണ്. ആ സൈഡിലത്തെ ഗേറ്റ് തുറന്നിട്ട് കഴിഞ്ഞാൽ അത് മതി. എന്നാലും അവർക്കുള്ള ചായ കൊടുക്കലും പലഹാരം കൊടുക്കലും അങ്ങനെയായിട്ടുള്ള പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പണി നടക്കുക എന്നുള്ളത്. ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യം കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, എല്ലാ മാസവും ഒരു 20-ാം തീയതി കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു പണി ഞാൻ അതായത് വീട് അറ്റകുറ്റപ്പണികൾ തീർത്ത് വയ്ക്കുക എന്നുള്ളത് എനിക്കൊരു നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു ടാപ്പ് പൊട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാക്കുക, ഒരു ഓസ് ലീക്ക് ഉണ്ടെങ്കിൽ അത് ശരിയാക്കുക. എപ്പോഴും എൻ്റെ മനസ്സിലെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാതും 100% ആവണം എന്നാണ്. ഒരിക്കലും 100% ആവില്ല, എങ്കിലും ആക്കാനായിട്ട് ശ്രമിക്കും. നമ്മൾ 99 ആക്കുമ്പോഴേക്കും അപ്പുറത്ത് എന്തെങ്കിലും പ്രശ്നം വരും. അപ്പോൾ അത് 99, 98 അപ്പോൾ 100% ആക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളെ കൊണ്ടാവുന്ന പോലെ നമ്മൾ വീടിൻ്റെ ഓരോ മുക്കും മൂലയും അതിൻ്റേതായ എന്താ പറയുക അറ്റകുറ്റപ്പണികൾ തീർത്ത് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് അത് എപ്പോഴും നല്ലതാണ്, നമുക്കും. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നാളെ നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പണിയും പണിക്കാരെയും സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.